ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈന്തപ്പഴം അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1/2 കിലോളം ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് മുഴുവനായിട്ട് ഒരു 50 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കര 2 അച്ച്, പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് വെള്ളത്തിലിട്ട് ഞെരടി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. 8 അല്ലി വെളുത്തുള്ളി വലുത് ഇതുപോലെ അരിഞ്ഞു വെച്ചു. എണ്ണ എടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയും വേണം, പിന്നെ കടുക്. ഇത്രയാണ് നമുക്ക് വേണ്ടുന്ന ഐറ്റംസ്. നമുക്കിനി ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം. ഇതുപോലൊരു കടായി വെച്ചു. നല്ലപോലെ ചൂടായ ശേഷം നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. രണ്ടും വേണം കേട്ടോ ഇതിന്. എണ്ണ ചൂടായി വരട്ടെ, അപ്പോഴേക്കും നമുക്ക് ശർക്കരയൊന്ന് പൊടിച്ചെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. രണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമുക്ക് വഴറ്റാനായിട്ട്. ഇനി നമുക്ക് പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇവിടെ നമ്മൾ നല്ല പോലെ കഴുകി തുടച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. ഇത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം. പച്ചമുളക് മുഴുവനായിട്ട് ഇട്ടത് കൊണ്ട് തന്നെ ഇതൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ തന്നെ നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. പച്ചമുളക് എപ്പോഴും കീറി ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല. പക്ഷേ അല്ലാതെ ഇടുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. പച്ചമുളക് കരിവേപ്പിലയൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം എന്നും ഈത്തപ്പഴം എന്നും ഒക്കെ പറയൂ കേട്ടോ. ഇട്ട് കൊടുക്കാം. വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ അലിഞ്ഞ് കിട്ടും. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് വഴറ്റി വേവിച്ചാൽ മതി. ഇതെല്ലാം കൂടി ചേർത്ത് വന്നപ്പോൾ നമുക്ക് പച്ചമുളക് പൊട്ടിത്തെറിക്കുന്ന ഒരു പരുവം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടി ചേർത്ത് ഒരു 3-4 മിനിറ്റ് നമുക്ക് നല്ല പോലെ വഴറ്റാം. നമ്മുടെ ഈന്തപ്പഴം ഒന്ന് വെന്ത് കിട്ടേണ്ടതുണ്ട്. വെന്ത് ഉടഞ്ഞു വരും. നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിക്കണം കേട്ടോ. ഒട്ടും അതിൽ പിശറ് പാടില്ല. ഈത്തപ്പഴം ശരിക്ക് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത ഒരു മധുരമുള്ള ഒരു പുളിയാണ് കേട്ടോ ഇത്. ശരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ്, ഈന്തപ്പഴ അച്ചാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു മധുരമാണ്. അതുകൊണ്ട് തന്നെ അധികം പുളിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് കുറച്ചെടുത്താൽ മതി, വളരെ കുറവ്. എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കണ്ടോ, ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പിടിക്കുന്നുണ്ട്. കൂടെ നമ്മുടെ ഈന്തപ്പഴവും വെന്ത് വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇവിടെ എണ്ണയിലല്ലേ ഇത് വാടി വന്നത്. പുളിവെള്ളം മാത്രമാണ് നമ്മൾ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ വെന്തലിഞ്ഞ ശേഷമാണ് ഇനി ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ടോ, പച്ചമുളകൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് അച്ചാറിൽ കടിച്ച് തിന്നാൻ പറ്റും ഈ പച്ചമുളക്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റാം. നാടൻ മുളക് പൊടി 1 ടീസ്പൂൺ അളവിൽ നിറച്ച്, കൂടെ തന്നെ കശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കശ്മീരി മുളക് പൊടി ഇടുന്നത്. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് നാടൻ മുളക് പൊടി നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ വഴറ്റുക. ആ മുളക് പൊടിയുടെയൊക്കെ മസാലക്കുത്ത് മണം പോകുന്നത് വരെ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറുന്നത് വരെ നല്ല പോലെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് 1/2 കപ്പ് അളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കാം.
2 മിനിറ്റോളം നമുക്കൊന്നുകൂടെ തിളപ്പിക്കാം വെള്ളം ചേർത്ത ശേഷം. ഈന്തപ്പഴമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അത് അധികമായിട്ട് ഉടച്ച് പേസ്റ്റ് ആക്കണ്ട, എങ്കിൽ കൂടിയും ഒന്ന് നല്ല പോലെ ഉടച്ചു കൊടുക്കണം. ഇത് ഞാൻ കുരു എല്ലാം മാറ്റിയ ഈന്തപ്പഴമാണ് കേട്ടോ, കുരു ഇല്ലാത്ത ഈന്തപ്പഴമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നേരത്തെ തന്നെ കുരുവെല്ലാം ഞാൻ അടർത്തി മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന്. കണ്ടോ, കുറച്ചുകൂടെ ഒന്ന് തിളപ്പിക്കേണ്ടതുണ്ട്. ഒരു തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസിയാണ് നമുക്കിതിന് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കാം. നല്ല ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിക്കാം. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകി വരും, അതുകൊണ്ട് ഒരുപാട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ച് കളയരുത്. ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. കുറച്ചുകൂടെ ഒന്ന് തിളക്കട്ടെ. കണ്ടോ, പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈന്തപ്പഴം അച്ചാർ. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ബിരിയാണിയുടെ കൂടെ കൊച്ചിക്കാർക്ക് ഈ ഒരു സംഭവം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമേ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.